കേരളം ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരുന്നു. അതിൽ നമുക്ക് ഒരു അനുകൂലമായ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ പ്രതീക്ഷയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ അവസരത്തിൽ ഇതിന് മുൻകൈയെടുത്ത ചാണ്ടിയുമ്മൻ MLA നമ്മോടൊപ്പം ചേരുകയാണ്. സർ, എങ്ങനെയായിരുന്നു ഈ ഒരു നീക്കങ്ങൾ, അതായത് ഇതിൻ്റെ ഒരു നീക്കങ്ങൾ ഏതൊക്കെ വിധത്തിലായിരുന്നു നടത്തിയിരുന്നത്? തീർച്ചയായിട്ടും ഇതിനെ എൻ്റെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് പറഞ്ഞത് നിമിഷയുടെ മോചനമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാനത് തുടരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി കത്ത് വരെ എഴുതുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് സ്പീക്കർ നമ്മുടെ ഒരു മലയാളി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കത്തെഴുതി. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നമ്മ MP ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണാൻ പോയപ്പോൾ പറഞ്ഞത് ഈ കാര്യമാണ്. പക്ഷേ അവർക്കെല്ലാം പരിമിതികളെന്ന് വെച്ചാൽ അവർക്ക് നയതന്ത്ര ബന്ധമില്ല, ഇവരുമായിട്ട് നല്ല ബന്ധമല്ല. അതുപോലെ തന്നെ ഒമാനിലെയും UAE ഭരണാധികാരികളുമായിട്ടും നമ്മൾ വിവിധ ആൾക്കാർ വഴി ശ്രമിച്ചു നോക്കിയിരുന്നു, നടന്നില്ല. പക്ഷേ ഇവർ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനർ ഞാനുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ 6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ രേഖാമൂലം കൊടുത്തു, ഞാനിതിൻ്റെ ബാധ്യത ഏറ്റെടുക്കുന്നു, ഇത് തുക കെട്ടിവെക്കാനുള്ളത് ഞാൻ കൊടുക്കാം എന്ന് എഴുതി കൊടുത്തിരുന്നു. പിന്നെ ഒരു 6 മാസക്കാലം വലിയ ഒന്നും കേട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ തൂക്കിലേറ്റാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നു. അപ്പോൾ തന്നെ ഞാൻ ഗവർണറെ പോയി എൻ്റെ മാതാവിനോടൊപ്പം പോയി കണ്ടു. അപ്പം അദ്ദേഹം ആ നിമിഷം തൊട്ട് ഇത് വരുന്നവരെ ശക്തമായ ഇടപെടൽ നടത്തി. അപ്പോൾ ഒരു ഗവർണർ രാഷ്ട്രീയക്കാരനപ്പുറം ഒരു മനുഷ്യനായി പ്രവർത്തിച്ചു, മനുഷ്യ സ്നേഹിയായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുവാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു പ്രതീക്ഷ ഉണ്ടായി. നിങ്ങൾക്കറിയാം, ഒരു 6-7 മാസക്കാലം മുമ്പ് തന്നെ ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രിയോട് ഒരു കത്ത് കൊടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല, ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല, കാരണം പ്രോട്ടോക്കോളാണ്. പക്ഷേ ഗവർണറിൻ്റെ ഇടപെടലിന് ശേഷം ഇൻഫോർമലായിട്ട് ഞങ്ങൾക്കൊരു നോട്ട് കൊടുക്കാൻ സാധിച്ചു, എംബസിക്ക് സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രൂഷ്യലായിട്ട് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ. അദ്ദേഹം ഇടപെട്ടതുകൊണ്ട് അവിടുത്തെ സ്പിരിച്വലായിട്ടുള്ള ലീഡേഴ്സ്, ജുഡീഷ്യൽ ലീഡേഴ്സ് ഒക്കെ ഇൻവോൾവായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഈ ജുഡീഷ്യൽ ആക്ടിവിറ്റീസ് സ്പീഡപ്പ് ആക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇന്നിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി, ആ ഓർഡർ വന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. പക്ഷേ പൂർണ്ണമായ ആശ്വാസമായിട്ടില്ല. ഇനി ആ വ്യക്തി നമ്മുടെ മലയാളത്തിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ മാത്രമേ നമുക്കത് പൂർണ്ണ തോതിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കൂ. ഈ തലാൽ മഹദിയുടെ കുടുംബമായിട്ട് ചാണ്ടിയുമ്മൻ MLA സംസാരിച്ചിരുന്നു എന്നുള്ളത്, അതേക്കുറിച്ച് എന്താണ്? അല്ല, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. അത് എല്ലാ കാര്യങ്ങളും ഞാൻ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും ഇതിൻ്റെ ഭാവി? അത് ഈ പല ആൾക്കാരും ഇതും ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ സാജൻ ലത്തീഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം 10 ദിവസമായി ഈ കുടുംബമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അതിന് തീരുമാനം ഉണ്ടാകും. ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നടപ്പിലാക്കും. പക്ഷേ അവരൊരു റിട്ടേണായിട്ട് നമുക്കൊരു ഇത് തരണം, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ട ചർച്ചകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഇനിയും ചർച്ച നടത്തും, നമ്മൾ തയ്യാറാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സഹോദരിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് പരമപ്രാധാന്യത്തോടു കൂടി ഉൾക്കൊണ്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരുടെ പ്രവർത്തനം ഉണ്ടായി. ആദരണീയനായ ഗവർണറിനോട് പ്രത്യേകമായ നന്ദി അവസരത്തിൽ ഞങ്ങൾക്ക് പറയണം. അതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവരോടും.